കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi all, welcome to IGNO Focus 5.0. IGNO previous year question paper ultimate analysis ആണ് ഈ ഒരു whole session. So in this session we are discussing BA Economics paper BECC 102. So ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TE പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റ് ഇയറിൽ ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും അതുപോലെ അതിന്റെ ഒരു പ്രെഡിക്റ്റബിൾ ടേബിളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സെഷന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ടോപ്പിക്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ഭയങ്കര ഈസി ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. ഡിഫറെന്റ് ഫൊമാറ്റിൽ എക്സാം സ്റ്റൈൽ ഉണ്ട്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ സ്റ്റൈൽസ് ഉണ്ട്. സോ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഫോമാറ്റും അതിന്റെ ആൻസറിങ് സ്ട്രക്ചറും ഇതോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റെക്കറിങ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പാസ്റ്റ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള റെക്കറന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു അനാലിസിസ് കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇതിനകത്ത്. അതോടൊപ്പം തന്നെ ടോപ്പിക് പ്രൊബബിലിറ്റിയും അതിന്റെ പ്രിഡിക്ഷൻസും ഫോർ ഡിസംബർ TEE. അതോടൊപ്പം മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ഈ ഒരു സെഷന്റെ എൻഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ സെയിം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മാർക്കിംഗ് സ്കീമും അതിനോടൊപ്പം തന്നെയുണ്ട്. സോ എന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. സോ മെത്തഡോളജി എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറും അതോടൊപ്പം തന്നെ ടോപ്പിക്സിന് നമ്മുടെ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ടോപ്പിക്സ് ആൻഡ് സബ് ടോപ്പിക്സിന് അതിന്റെ റെലവന്റ് അനുസരിച്ചിട്ട് ഹൈ ടു ലോ കാറ്റഗറി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ സിലബസ് മാപ്പിംഗ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ കോൺസെപ്റ്റ് ഓഫ് എ സെറ്റ് 6 തവണ അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നെക്സ്റ്റ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ കാറ്റഗറിയാണ്. പ്രോപ്പർട്ടീസ് ഓഫ് റിലേഷൻസ് 11 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണത്. ഇൻജക്റ്റീവ് സബ്ജക്റ്റീവ് 14 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈ റെലവന്റ് ആണ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ആൻഡ് ഡൊമെയിൻ റേഞ്ച് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. ട്രൂത്ത് ടേബിൾ ആൻഡ് കണക്റ്റീവ്സ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റെലവന്റ് ആണ്. ഇംപ്ലിക്കേഷൻസ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. ലീനിയർ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻസ് 12 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. എക്സ്പോണൻഷ്യൽ ലോ ഓഫ് പവേഴ്സ് 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, കമ്പാരിറ്റീവ്ലി മീഡിയം ടോപ്പിക് ആണ്. സ്ട്രേറ്റ് ലൈന് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ലോ ടോപ്പിക് ആണ്, ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സർക്കിൾ 9 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റെലവന്റ് ആണ്. അതുപോലെ പാരാബോള, റെക്ടാങ്കുലർ ഹൈപ്പർബോള, അതുപോലെ AP GP സീരീസ് മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കൺവേർജൻസ് ആൻഡ് ലിമിറ്റ്സ് ഓഫ് സീക്വൻസ് 4 തവണ അപ്പിയർഡ് ആണ്, ലോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പ്രസന്റ് വാല്യൂ ഡിസ്കണ്ടിന്യൂയിങ് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം റെലവന്റ് ടോപ്പിക് ആണ്. സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ആൻഡ് ആൾജിബ്രിക് റൂൾസ് 13 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്, ഇന്റർവൽ ടൈപ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി 12 തവണ അപ്പിയർഡ് ആണ്, ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, വെരി ഇമ്പോർട്ടന്റ്. റൂൾസ് ഓഫ് ഡിഫറൻഷിയേഷൻ 10 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈ ടോപ്പിക് ആണ്. ഇക്കോണമിക് ആപ്ലിക്കേഷൻസ് 16 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. കോൺകാവിറ്റി കോൺവെക്സിറ്റി 12 തവണ അപ്പിയർഡ് ആണ്, ഹൈ റെലവന്റ് ടോപ്പിക് ആണ്. ടൈലർ ഓർ എംബെറ്റി 5 തവണ അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ 7 തവണ അപ്പിയർഡ് ആണ്, മീഡിയം റെലവന്റ് ആണ്. ക്വാസി കോൺകാവിറ്റി, ക്വാസി കോൺവെക്സിറ്റി 4 തവണ അപ്പിയർഡ് ആണ്, ലോ റെലവന്റ് ടോപ്പിക് ആണ്. SOC 19 തവണ അപ്പിയർഡ് ആണ്, ഹൈ റെലവന്റ് ടോപ്പിക് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ്. നോൺ ഡിഫറൻഷ്യബിലിറ്റി കേസസ് 3 തവണ അപ്പിയർഡ് ആണ്, ലോ റെലവന്റ് ആണ്. എക്കോണമിക് ആപ്ലിക്കേഷൻസ് 10 തവണ അപ്പിയർഡ് ആണ്, ഹൈ റെലവന്റ് ആണ്. ടെക്നിക്സ് സബ്സ്റ്റിറ്റ്യൂഷൻസും അതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻസും 7 തവണ അപ്പിയർഡ് ആണ്, മീഡിയം കാറ്റഗറി ആണ്. പ്രോപ്പർട്ടീസ് ആൻഡ് ഏരിയ 5 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം കാറ്റഗറി ആണ്. കൺസ്യൂമർ സർപ്ലസ് 9 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവന്റ് ആണ്. പ്രൊഡ്യൂസർ സർപ്ലസ് 7 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവന്റ് ആണ്. പ്രോഫിറ്റ് വയ ഡിഫിനൈറ്റ് ഇന്റഗ്രൽ 4 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റെലവന്റ് ആണ്. ഫസ്റ്റ് ഓർഡർ ജനറൽ മെത്തേഡ് 12 തവണ ചോദിച്ചിട്ടുണ്ട്, ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സെക്കൻഡ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ്
മീഡിയം ടോപ്പിക് ആണ്, 9 തവണ അപ്പിയർഡ് ആണ്. കോബ്വെബ് മോഡൽ 11 തവണ അപ്പിയർഡ് ആണ്, ഹൈ റെലവെന്റ് ആണ്. ലീനറൈസേഷൻ ആൻഡ് ഫേസ് ഡയഗ്രാംസ് 5 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവെന്റ് ആണ്. സോളോ മോഡൽ ക്വാളിറ്റേറ്റീവ് 3 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റെലവെന്റ് ആണ്. സൈക്കിൾസ് ആൻഡ് കാവ്സ് ക്വാളിറ്റേറ്റീവ് 2 തവണ ചോദിച്ചിട്ടുണ്ട്, ലോ റെലവെന്റ് ആണ്. സോ നമ്മൾ എങ്ങനെയാണ് അതിനെ റെലവൻസ് അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? നമ്മൾ കണ്ടു ഹൈ ടു ലോ ലെവലിൽ ക്ലാസിഫൈ ചെയ്തു. ഹൈ എന്ന് പറയുമ്പോൾ 10 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ്. മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 5 to 9 അപ്പിയറൻസസ് നമുക്ക് പാസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 5 അപ്പിയറൻസസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ഒരു വിഷ്വൽ ചാർട്ട് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 1 തൊട്ട് നമ്മുടെ ബ്ലോക്ക് 5 വരെ, ബ്ലോക്ക് 6 വരെയുള്ള ബ്ലോക്സിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് കാണാൻ പറ്റും ബ്ലോക്ക് 3 ഡിഫറൻസിയേഷന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരു എബോവ് 60% ടോപ്പിക്സ് അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആണ്. ശേഷം ഇറ്റ് ഫോളോഡ് ബൈ ബ്ലോക്ക് 2, ബ്ലോക്ക് 1, ബ്ലോക്ക് 4, ബ്ലോക്ക് 6 ആൻഡ് ബ്ലോക്ക് 5. അതുപോലെ തന്നെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി നോക്കുകയാണെങ്കിൽ നമ്മൾ യൂണിറ്റ് 2, ബ്ലോക്ക് 1ലുള്ള യൂണിറ്റ് 2 ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ബ്ലോക്ക് 6നകത്തുള്ള യൂണിറ്റ് 15 ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ് 12 ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ് 9 ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കുറച്ച് ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രം പ്രീവിയസ് ഇയറിൽ നിന്ന് അനലൈസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് 62 തവണ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പ്രൂഫ്സും ഗ്രാഫിങ്ങും ഒക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി 19 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസിയേഷനും അതുപോലെ തന്നെ മീഡിയം ക്വസ്റ്റ്യൻസും ഫ്രീക്വന്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒക്കെ എക്സ്പെക്റ്റഡ് ആണ്. പ്രോഫിറ്റ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ 19 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അനാറ്റമിക് ക്വസ്റ്റ്യൻസ് ആണ്, ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻസ്. ന്യൂമറിക്കൽ പ്രോബ്ലംസ് 8 to 12 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് ആൻസർ 3 to 6 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഡെറിവേഷൻ പ്രൂഫ് 6 to 10 മാർക്സിനാണ്. ഒരു 7 to 2 ലൈൻസ് നമ്മൾ എന്തായാലും എഴുതേണ്ടി വരും. ഗ്രാഫിക്കൽ ആയിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് 4 to 6 മാർക്സിന്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിന് നമ്മൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് 50%ഓളം എന്തായാലും എക്സ്പെക്റ്റഡ് ആണ്. 8 to 12 മാർക്സ് നിർബന്ധമായിട്ടും അവർ ചോദിക്കാറുണ്ട്. സോ അതിനകത്ത് നമ്മൾ ആ ഒരു ന്യൂമറിക്കൽ ഡെറിവേഷൻസും ഇക്വേഷൻസും ഇന്റഗ്രൽസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഷോർട്ട് ആൻസർ ഒരു 16 to 22%ഓളം സാധ്യതയുണ്ട്. ഡെഫിനിഷൻസും പ്രോപ്പർട്ടീസും റിലേഷൻസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഡെറിവേഷൻ ഓർ പ്രൂഫ് 16 to 19%ഓളം ചാൻസ് ഉണ്ട്. ഗ്രാഫിക്കൽ 10 to 13%ഓളം ചാൻസ് ഉണ്ട്. ഇനി ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ജൂൺ 23 തൊട്ട് ജൂൺ 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ബ്ലോക്ക് 1 പ്രിലിമിനറീസ് 16%ഓളം ടോട്ടൽ ഷെയർ ഉണ്ട്. ബ്ലോക്ക് 2 ഫംഗ്ഷൻസ് ആൻഡ് അനലിറ്റിക് ജിയോമെട്രി 20% ആണ് പോസിബിലിറ്റി. ബ്ലോക്ക് 3 ഡിഫറൻസിയേഷൻ 23% ആണ്. ബ്ലോക്ക് 4 സിംഗിൾ വേരിയബിൾ ഒപ്റ്റിമൈസേഷൻ 14% ആണ്. ബ്ലോക്ക് 5 ഇന്റഗ്രേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ് 11%ഓളം ചാൻസസ് ഉണ്ട്. അതുപോലെ ബ്ലോക്ക് 6 ഡിഫറൻസ് ഇക്വേഷൻസ് 14% ആണ് ചാൻസ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഫ്രം ജൂൺ 22 തൊട്ട് ജൂൺ 25 വരെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്ന് ചെറിയൊരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ ചെറുതായിട്ട് ഒന്ന് ഡിപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ എണ്ണം ഗ്രാജുവലി കൂടിയിട്ടുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 44 നിന്നും 55%ഓളം കൂടിയിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് ആണ്. ഷോർട്ട് ആൻസർ ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ് കുറവ് നമുക്ക് കാണാൻ പറ്റും, ഒരു ഡൗൺ കാണാൻ പറ്റും. ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസിന്റെ നന്നായിട്ട് റൈസ് ചെയ്തിട്ടുണ്ട്. ഒരു 7%ൽ നിന്നും 30%ഓളം ജൂൺ 25 ആകുമ്പോഴേക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമ്മൾ 3 hours എക്സാം ആണ്. ടോട്ടൽ കൂട്ടുവാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 180 minutes 100 മാർക്സിന്. സോ ഒരു 100 minutes നമ്മൾ ന്യൂമറിക്കൽസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഒരു 30 to 35 minutes ഡെറിവേഷൻസിന് വേണ്ടിയിട്ട്. ഷോർട്ട് ആൻസറിനും എഗെയിൻ ഒരു 30 minutes സ്പെൻഡ് ചെയ്യാം. ഗ്രാഫ്സിന് വേണ്ടിയിട്ട് ഒരു 20 minutes. ഇങ്ങനെ ടൈം ലിമിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ്, അതിന്റെ എത്ര തവണ അപ്പിയർ ചെയ്തു എന്ന് കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്ലാസിഫൈ ഫംഗ്ഷൻസ് ആണ് 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇവാലുവേറ്റ് സ്റ്റാൻഡേർഡ് ലിമിറ്റ് 8 തവണ അപ്പിയർഡ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി വയ ഡെറിവേറ്റീവ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് കോമ്പോസിറ്റ് പ്രൊഡക്റ്റ് ആൻഡ് കോഷ്യന്റ് 7 തവണ ചോദിച്ചിട്ടുണ്ട്. ഫൈൻഡ് ലോക്കൽ മാക്സിമം ആൻഡ് മിനിമ, വെരിഫൈ SOC 7 തവണ ചോദിച്ചിട്ടുണ്ട്. കൺസ്യൂമർ സർപ്ലസ് ബൈ ഡെഫിനറ്റ് ഇന്റഗ്രൽസ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. സോൾവ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻസ് ഇക്വേഷൻസ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ടെസ്റ്റ് വയ മൾട്ടിപ്ലൈ 5 തവണ ചോദിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ കോണിക് ആൻഡ് പാരാമീറ്റേഴ്സ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. ടെസ്റ്റ് റിലേഷൻസ് റിഫ്ലക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് 5 തവണ ചോദിച്ചിട്ടുണ്ട്.
നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമുക്ക് ഈ ഒരു ഡിസംബർ TEയിലോട്ടേക്ക് ഏതൊക്കെ ടോപ്പിക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻസും ക്ലാസിഫിക്കേഷനും ബ്ലോക്ക് 1 യൂണിറ്റ് 2 8 തവണ അപ്പിയർഡ് ആണ്, ഒരു 5 ആണ് ഒരു ആവറേജ് സ്കോർ. സ്റ്റാൻഡേർഡ് ലിമിറ്റ് 8 തവണ അപ്പിയർഡ് ആണ്, 6 ആണ് ഒരു ആവറേജ് സ്കോർ. ഇലാസ്റ്റിസിറ്റി വൈ ഡെറിവേറ്റീവ് മാർജിനൽ റവന്യൂ 8 ആണ് ഒരു ആവറേജ് സ്കോർ. ചെയിൻ പ്രൊഡക്റ്റ് കോഷ്യൻ റൂൾസ് 6 തവണ അല്ലെങ്കിൽ 6 ആണ് ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് മാക്സിമം മിനിമ 8 ആണ് ഒരു ആവറേജ് സ്കോർ. കൺസ്യൂമർ സർപ്ലസ് 6 ആണ് ഒരു ആവറേജ് സ്കോർ. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് ഇക്വേഷന് സ്റ്റെബിലിറ്റി മൾട്ടിപ്ലെയർ കോണിക് ഐഡന്റിഫിക്കേഷന് 6 ആണ് ആവറേജ് സ്കോർ. റിലേഷൻസ് 5 ആണ് ഒരു ആവറേജ് സ്കോർ. ഇനി ഒരു വിഷ്വലൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് 10 നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 53% ചാൻസ് ഉണ്ട്. അതർ ക്വസ്റ്റ്യൻ 46% ആണ്. സോ നമ്മൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ എങ്ങനെ ഇതിന് സ്ട്രാറ്റജിക് ആയിട്ട് അപ്രോച്ച് ചെയ്യാം, നന്നായിട്ട് 2 തവണയെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് അതൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് ഒരു 3 to 4 minutes, അതുപോലെ ഒന്ന് കമ്പാരിസണിന് വേണ്ടിയിട്ട് 8 to 10 minutes എടുക്കുക. അതുപോലെ അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ആ സ്ട്രക്ചർ കീപ്പ് ചെയ്തിട്ട് ആ ഒരു സ്കെലറ്റൻ മേക്ക് ചെയ്തിട്ട് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഇനി പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. FOC, SOC, ലോക്കൽ ആൻഡ് ഗ്ലോബൽ ഹൈ കാറ്റഗറിയാണ്. 85% പ്രോബബിലിറ്റി ഉണ്ട്. എക്കണോമിക് ആപ്സ് 85% ചാൻസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് ആൻഡ് റൂൾസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി, ലീനിയർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അതുപോലെ റിലേഷൻസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഹൈ കാറ്റഗറിയാണ്. 85% അറൌണ്ട് ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസും കോബ് വെബ് മോഡലും ഒരു 71% ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് 100% ചാൻസ് ഉണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ആണ്, ഹൈ കാറ്റഗറിയാണ്. കോൺകാവിറ്റി കോൺവെക്സിറ്റി 71% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറിയാണ്. കൺസ്യൂമർ സർപ്ലസ്, APGP സീരീസ്, സർക്കിൾ ആൻഡ് പാരാബോള 57% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. കോൺസെപ്റ്റ് ഓഫ് സെറ്റ് 71% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറിയാണ്. ഇൻഡിഫിനൈറ്റ് ഇന്റഗ്രൽസ് 57% ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. കോൺകേവ് ആൻഡ് കോൺവെക്സ് ക്യാരക്ടറിസ്റ്റിക്സ് 57 ചാൻസ് ഉണ്ട്, മീഡിയം കാറ്റഗറിയാണ്. Present value discontinuing Taylor or MVT conversions and limit series 42.9% chance ഉണ്ട്. Linearization phase around 42% chance ഉണ്ട്. Second order linear 57% chance ഉണ്ട്. ഓക്കെ, സോ ഇനി ഈ ഒരു നമ്മൾ പ്രിഡിക്റ്റബിൾ ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഹൈ കാറ്റഗറി കൊടുത്തിരിക്കുന്നത് 6 തവണയെങ്കിലും അപ്പിയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, SOC, SOC പോലത്തെയൊക്കെ 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എക്കണോമിക് ആപ്ലിക്കേഷൻസും 6 തവണ അപ്പിയർഡ് ആണ്. ഫസ്റ്റ് ഓർഡർ ഡിഫറൻസ് 5 തവണ അപ്പിയർഡ് ആണ്. കൺസ്യൂമർ സർപ്ലസ് 4 തവണ അപ്പിയർഡ് ആണ്. സോ ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ 70% ചാൻസ് ഉള്ളതാണ്. അപ്പം അതിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ ആ ടോപ്പിക്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മീഡിയം കാറ്റഗറി എന്ന് പറയുമ്പോൾ 40 to 69% ആണ്. അതുപോലെ ലോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 40% ചാൻസ് ഉള്ളതാണ്. ഇനി നമ്മുടെ ഒരു മോക്ക് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻസേഴ്സും അതുപോലെ മാർക്കിംഗ് സ്ട്രക്ചറും ലേൺവൈസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. സോ ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം സ്കോർ 100 ആണ്. ഇൻസ്ട്രക്ഷൻസ് നല്ലപോലെ വായിക്കണം. Answer questions from all sections are deducted. Section A answer any 2 questions. Section B any 4 questions. And section C answer both questions. So section A ലെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ പ്രൈസ് റവന്യൂ ആൻഡ് ഇലാസ്റ്റിസിറ്റി 8 + 6 + 6 20 സബ്പാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് മാർക്കിംഗ് സ്കീം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ എ പാർട്ടിൽ ലെറ്റ് ദ ഇൻവേഴ്സ് ഡിമാൻഡ് ബി PQ is equal to 120/Q + 2 - 3. സോ ഡിറൈവ് TR, MR മാർജിനൽ റവന്യൂ, ടോട്ടൽ റവന്യൂ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാർട്ട് പ്രൂഫ് ദ ഐഡന്റിറ്റി MR is equal to P multiply 1 - 1 by absolute value of price elasticity for differentiable demand, defining the elasticity. Okay, അതാണ് കാണേണ്ടത്.
C. Evaluate E and MR at Q is equal to 10. Interpret whether small increase in Q rises or lowers TR. Next, cobweb dynamics ആണ്. So, cobweb dynamics, demand is equal to Q, T time is equal to 180 minus 3P ആണ് T time. അതുകൊണ്ടാണ് suffix T കൊടുത്തിട്ടുള്ളത് താഴെ. Next, supply Q T time is equal to 30 plus 0.6 PT minus 1 ആണ്. Eliminate PT to obtain first order linear difference equation in QT. Compute the steady state Q and P. Determine stability using the slope product condition. State whether oscillations are damped or explosive. D. If Q0 is equal to 20 and Q1 and Q2 numerically and the comment. Profit maximization with verification ആണ്. അതിന്റെ ഒരു ആൻസർ മാർക്കിംഗ് സ്കീം കൊടുത്തിട്ടുണ്ട് 8 plus 4 plus 8 ആണ്. So cost CQ is equal to 1 by 3 Q raised to 3 minus 6Q square plus 554Q plus 100. Demand P of Q is equal to 150 minus 3Q. So എന്താണ് കാണേണ്ടത്? Obtain profit maximization, output and price, verify second order conditions at the competitive equilibrium price implied by Q, P of Q, compute a consumer surplus. Next, calculus of continuity and optimization ആണ്. രണ്ട് പാർട്ടാണ് എയും ബിയും ഉണ്ട്. ബോത്ത് ക്യാരീസ് 10 മാർക്സ്. സോ ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു കെ എക്സ് സ്ക്വയർ പ്ലസ് 4x, എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. 3x minus 2x is greater than or equal to 1 ആണ്. ഫൈൻഡ് k ensuring continuity and differentiability at x is equal to 1. B. A firm's marginal cost is MCQ is equal to 4 plus 6Q plus 13Q square with fixed cost of F is equal to 400. Obtain TC. If inverse demand is P is equal to 19 minus 4Q, find the competitive output that minimize average cost and compare with the MR is equal to MC output. Section B, answer any 4 ആണ്. 5 relations and order ആണ്. Define reflexive, symmetric, asymmetric, transitive. For A is equal to 1, 2, 3 and R is equal to 1, 1, 1, 2, 2, 2, 3, 3. Test each property and state whether RR is a partial order. Okay, partial order. Next, 6 limits and continuity ആണ്. 6 plus 6 ആണ് മാർക്കിംഗ് സ്ട്രക്ചർ. Evaluate limit x to 0, e to x, e raised to 2x minus 1 minus 2x is equal to x square. Discuss continuity of gx is equal to 4x plus 5 divided by 9 minus 3x at x is equal to minus 1 and x is equal to 3. രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട്. 7th sequence and difference equations ആണ്. Find the 10th term and sum of the first 15 terms of GP. GP കാണാനാണ്. Solve yt plus 1 is minus 3 by 2 yt is equal to 9 for y0 is equal to 8. State the long run value. Geometry conics. Show x square plus y square plus minus 6x plus 8y plus 5 is equal to 0. It's a circle and find center and radius. B. Reduce y square minus 4x plus 2y minus 8 is equal to 0 to the standard parabola form and find vertex in focus. 9. Surplus via integrals. Demand P of Q is equal to 100 minus 2Q minus 0.1 Q of square. Supply തന്നിട്ടുള്ളത് 20 plus Q ആണ്. Find equilibrium of QP. Compute consumer and producer surplus. Differentiation and elasticities ആണ്. Next, differentiate h of x is equal to x root of 2 plus x square by 1 plus x and simplify if demand Q of P is equal to 2P raised to minus 1 by 2. Compute price elasticity at P is equal to 16 and interpret. Section C ആണ്. രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ഷോർട്ട് നോട്ട്സ് ആണ്. 3 plus 3 ടോട്ടൽ 6 ക്യാരി ചെയ്യുന്നുണ്ട്. A പോയിന്റ് ഓഫ് ഇൻഫ്ലക്സിയൻ ആണ്. ഡെഫിനേഷൻ ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. ലിമിറ്റ് ഓഫ് സീക്വൻസ്. നെക്സ്റ്റ് Q കാൽക്കുലേഷൻസ് ആണ്. ഫൈൻഡ് dy by dx when y is equal to root of 2 plus x square ആണ്. ഇന്റഗ്രേഷൻ. B for x is equal to m square plus 5, y is equal to 2m square plus 6m plus 1. Compute dy by dx at m is equal to 1. So, ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ എന്താണ് നമ്മുടെ ലേൺ വൈസ് ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഗോ ത്രൂ ചെയ്യണം. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് വൈസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യണം ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.